CPIയുടെ നിലപാട് എന്നും ഈ വിഷയത്തിലെല്ലാം ഇടതുപക്ഷ കാഴ്ചപ്പാടിനെ മുറുകെ ആ കാഴ്ചപ്പാട് അചഞ്ചലമായി സ്ത്രീപക്ഷത്തായി സിനിമ അടക്കമുള്ള എല്ലാ രംഗങ്ങളും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇടതുപക്ഷം നിലകൊള്ളുന്നത്. സിനിമ സ്ത്രീ സാന്നിധ്യം ഏറെയുള്ള സ്ത്രീകളുടെ പങ്ക് നിഷേധ്യമായ ഒരു മേഖലയാണ്. മലയാള സിനിമയുടെ മഹത്വത്തിന് പുറകിൽ എല്ലാ തുറകളിലും അഭിനയം, സാങ്കേതിക എല്ലാ രംഗങ്ങളിലും മികവ് തെളിയിച്ച സ്ത്രീകളുടെ ചരിത്രമുള്ള ഒരാൾ സിനിമ. സ്ത്രീകളെ അവഗണിച്ചുകൊണ്ടോ ഒഴിവാക്കിയിട്ടോ ഒരു മലയാള സിനിമയിൽ ആ സ്ത്രീകളുടെ സമസ്ത അവകാശങ്ങൾ, വ്യക്തിത്വം, സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷം നിലകൊള്ളുന്നത്. ആ കാഴ്ചപ്പാട് CPIക്കുണ്ട്. ആ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഹേമ കമ്മിറ്റി നിയോഗിച്ചത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു ഉന്നതാധികാര കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ഒരു സംഘത്തെ നിയോഗിച്ചിരുന്നു, അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ആ അന്വേഷണ സംഘത്തിൽ സ്ത്രീകൾക്ക് മതിയായ പൗരത്വമെന്ന ശരിയായ ആവശ്യം ശരിയായി തന്നെ LDF ഗവൺമെന്റ് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട പോലീസിന്റെ അന്വേഷണ സമിതിയിൽ 1 അല്ല 2 അല്ല 3 അല്ല 4 സ്ത്രീകൾ, ഉന്നതരായ ഉദ്യോഗസ്ഥകളായ സ്ത്രീകൾ. ഇതിന്റെയെല്ലാം അർത്ഥം ഈ ഗവൺമെന്റ് പക്ഷപാതിത്വമാണ്. ആ പക്ഷപാതിത്വത്തിന്റെ പുറകിൽ ഉള്ളത് ഇടതുപക്ഷത്തിന്റെ ശരിയായ നേരായ കാഴ്ചപ്പാടാണെന്ന് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് മുഖ്യമന്ത്രിയുമായി എന്തെങ്കിലും ആശയം, അതായത് രഞ്ജിത്തിന്റെ രാജ്യത്തിന് മുമ്പ് അതൊന്നും ഒരു ഇതുപോലെ പറഞ്ഞ കാര്യമല്ല. മുഖ്യമന്ത്രിയും CPIയും ഉണ്ട്, CPM-ഉം CPIയും ഉണ്ട്. സംഭാഷണങ്ങളും ചർച്ചകളും എത്രയോ ഉണ്ടായിട്ടില്ല. അതെല്ലാം ഞങ്ങളിങ്ങനെ വന്ന് നിങ്ങൾ അറിയിക്കുന്ന കാര്യമില്ല, ആവശ്യമില്ല. ഇപ്പൊ ആരോപണങ്ങൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മുകേഷ് MLA-ക്കെതിരെ വരെ വളരെ ഗുരുതരമായ ആരോപണം വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ജനപ്രതിനിധി, ഇടത് ജനപ്രതിനിധി, അതിൽ മുകേഷിന്റെ ഇന്നലെ വന്ന ന്യായീകരണമാണെങ്കിൽ അത് CPM ആയതുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീയാണ് ഇന്ന് വീണ്ടും ആരോപണം ഉന്നയിച്ചത്. എന്ത് പറയുന്നു? ഞാനിതിൽ മുഖ്യമന്ത്രി പറഞ്ഞ നിലപാടിന്റെ കൂടെയാണ്. അങ്ങനെയാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടിനകത്ത് ശരിയുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് ശരിയാണെന്ന് CPI. മുകേഷിന്റെ കാര്യത്തിൽ CPI നിലപാടെന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞല്ലോ. രാജി ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. അതിനോട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം അല്ല, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം അതേ പിന്തുണയ്ക്കുന്നു എന്നല്ല ചോദിച്ചത്. CPI ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിലയിൽ മുകേഷ് MLA സ്ഥാനത്ത് തുടരുന്നവർ CPI നിലപാടെന്താണ്? അതേപ്പറ്റി ചർച്ച കൂടാതെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കോൺക്ലേവിന്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ WCC ഉന്നയിക്കുന്ന ഒരു കാര്യം ഇരകളെയും വേട്ടക്കാരനെയും ഒരുമിച്ചിരുത്തി എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് എന്നതാണ്. ഞങ്ങൾക്ക് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി വിമൻ കളക്റ്റീവ് ഇൻ സിനിമയെ പറ്റി തികഞ്ഞ ആദരവുണ്ട്, തികഞ്ഞ മതിപ്പുണ്ട്. ആ സ്ത്രീ കൂട്ടായ്മയാണ് മലയാള സിനിമയുടെ ശരിയായ ദിശയിലുള്ള ഈ പുതിയ മാറ്റങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും വഴിവെച്ചത് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നു. അതുകൊണ്ട് അസാമാന്യമായിട്ടുള്ള ദൂരക്കാഴ്ചയോടുകൂടി, വ്യക്തിത്വത്തോടുകൂടി ആ സ്ത്രീ കൂട്ടായ്മ ഉയർത്തിപ്പിടിച്ച പല ആശയങ്ങളെയും അവഗണിക്കാനാകാത്തതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ പിന്തുണച്ചിട്ടുള്ളത്. ആ സ്ത്രീ കൂട്ടായ്മയുടെ നിലപാട് ശരിയാണ്. ഈ കോൺക്ലേവ് എന്ന ആശയം തെറ്റൊന്നുമല്ല, ആശയം തെറ്റല്ല. നവംബർ മാസം വരെ അത് കാത്തിരിക്കണമെന്ന കാര്യം ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നവംബർ ഇട്ടത് ഓഗസ്റ്റിന്റെ അവസാന ദിവസങ്ങളാണ്. ഇനി സെപ്റ്റംബറും ഒക്ടോബറും കഴിഞ്ഞ് നവംബർ വരെയുള്ള ഒരു കാത്തിരിപ്പിന്റെ യുക്തിയെപ്പറ്റി സിനിമാ രംഗത്തുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉയർന്നു വരുന്നുണ്ട്. ആ ചോദ്യങ്ങളെ ഗവൺമെന്റ് ഗൗരവപൂർവ്വം കാണുമെന്നാണ് എൻ്റെ വിശ്വാസം.